സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. ഫൈനലി നമുക്ക് ഇങ്ങനെ ജെയിംസ് ഗണ്ണിന്റെ ഭാഗമായിട്ട് DC സ്റ്റുഡിയോസിന്റെ സൂപ്പർമാന്റെ ട്രെയിലർ കിട്ടിയിരിക്കുകയാണ്. ഇനിയും ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് കണ്ടിച്ച് വരെ സംഭവം എന്തായാലും കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ഇറങ്ങാനിരിക്കുന്ന പടത്തിന്റെ പ്രൊമോഷൻ സൈഡിലെ വർക്ക്സും പരിപാടികളൊക്കെ കുറച്ചൊന്ന് ഡള്ളായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഇനിയുള്ള പരിപാടികളെല്ലാം കത്തി കയറുമെന്ന് തോന്നുന്നു. ജെയിംസ് ഗൺ ഇനി എന്തായാലും ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. കാരണം ചില്ലറ കളിയല്ല കളിക്കുന്നത്. ജൂലൈ മാസത്തിൽ സൂപ്പർമാന്റെ കൂടെ ഇറങ്ങാൻ പോകുന്നത് രണ്ട് കൊമ്പന്മാർ തന്നെയാണ്. ഫണ്ടാസ്റ്റിക് ഫോറും ആൻഡ് അപ്പുറത്തായിട്ട് ജുറാസിക് പാർക്കും ഇറങ്ങുന്നുണ്ട്. ഇതിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജുറാസിക് പാർക്ക് കുറച്ചധികം അപകടകാരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ന്യൂട്രൽ ഓഡിയൻസിന്റെ ഇടയിൽ അവർക്ക് എന്ത് സൂപ്പർ ഹീറോ, അവർക്ക് എന്ത് യൂണിവേഴ്സ്, അവരെന്തായാലും ഇടിച്ചുകൂത്തി കയറാൻ പോകുന്നത് എന്തായാലും ജുറാസിക് പാർക്കിനൊക്കെ തന്നെയായിരിക്കും. സോ അവരുടെ ഒപ്പം ഇടിച്ചു മുട്ടി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൂപ്പർമാന്റെ ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി കുറച്ചുകൂടെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഓഫ് കോഴ്സ് സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് തന്നെയാണ്. സോ ആ ഒരു ബ്രാൻഡിനെ കൃത്യമായിട്ട് DC സ്റ്റുഡിയോസിനൂടെ മാർക്കറ്റ് ചെയ്താൽ മാത്രമേ പിടിച്ചേക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഒരു സാധാ സൂപ്പർ ഹീറോ യൂഷ്വൽ ഫ്ലിക്ക് എന്ന രീതിക്കല്ലല്ലോ വരുന്നത്. ഈ ഒരു പടം എന്ന് പറയുന്നത് മൊത്തം DC സ്റ്റുഡിയോസിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന രീതിയിൽ ആ ഒരു DC സ്റ്റുഡിയോസിനെ തന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പടമായിട്ടാണ് വരുന്നത്. എന്തായാലും നോക്കാം അടുത്തടുത്ത ദിവസങ്ങളിൽ ജെയിംസ് അച്ചായൻ എന്തൊക്കെ തന്ത്രങ്ങളാണ് ഈ ഒരു പടത്തിന് വേണ്ടി പയറ്റാൻ പോകുന്നതെന്നെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോൾ അധികം നേരം കളയാതെ ട്രെയിലറിൽ നിന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ട്രെയിലറിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പരിപാടികളൊക്കെ തന്നെ നമുക്കൊന്ന് നോക്കിക്കളയാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലർ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധം എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടമായി. ലൂയിസിന്റെയും ക്ലാർക്കിന്റെയും ഒരു ഇന്റർവ്യൂവിൽ നിന്നുമാണ് ആ ഒരു ട്രെയിലർ തുടങ്ങുന്നത്. കളിതമാശയിലൂടെ തുടങ്ങിയ ഒരു ഇന്റർവ്യൂ പതിയെ സീരിയസ് ടോണിലോട്ട് മാറുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു ട്രെയിലറിന്റെ ടോണും മാറുന്ന രീതിക്ക് കട്ട് ചെയ്ത് വെച്ച് എന്തൊക്കെ കിടിലമായിരുന്നു. ഓക്കെ, ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂ കോൺവെർസേഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇന്റർവ്യൂവിന് ആസ്പദമായിട്ടുള്ള സംഭവം എവിടെയാണ് നടക്കുന്നത് എന്ന് ചെറുതായിട്ടൊന്ന് നോക്കിക്കളയാം. അതും ഈ ഒരു ട്രെയിലറിൽ തന്നെ ടീസ് ചെയ്ത് വിടുന്നുണ്ട്. ബറാവിയിൽ നടക്കുന്ന ഒരു വാറ് തടുക്കാനായിട്ട് സൂപ്പർമാൻ പോകുന്നതും ആ ഒരു വാറ് പുള്ളി തടുത്ത് നിർത്തുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസും പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. സോ സൂപ്പർമാൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നമ്മൾ നോക്കി കാണുമ്പോൾ സൂപ്പർമാൻ അവിടെ കാണുന്നത് ഒരു യുദ്ധം കാരണം ഒരുപാട് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന ആ ഒരു പരിപാടി മാത്രമാണ്. അതിനപ്പുറം ഒന്നും സൂപ്പർമാൻ ചിന്തിക്കുന്നില്ല. അതിനപ്പുറമുള്ള കാര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർമാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും സൂപ്പർമാൻ ഇപ്പോൾ ആ ഒരു US ഗവൺമെന്റിനെ തന്നെ ഒരു ഐഡൽ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാറിന്റെ ഇടയ്ക്ക് സൂപ്പർമാൻ കയറി ഇടപെടുമ്പോൾ ആ ഒരു മൊത്തം US ഗവൺമെന്റ് തന്നെ ആ ഒരു വാറിലോട്ട് കടന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെ ആയിട്ട് മാറുവാണ്. ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ വേറൊരു രാജ്യത്തിന് അതിലോട്ട് ഇടപെടുന്നതിന് ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെ ആ ഒരു രാജ്യവും വിചാരിക്കുമല്ലോ ഏത് രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവരുടെ ഇടയിൽ കുറച്ച് പൊളിറ്റിക്കൽ പരിപാടികൾ കളികളൊക്കെ ഉണ്ടാവുമല്ലോ. സോ സൂപ്പർമാന് അതൊന്നും അറിയത്തില്ല. സോ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് മാത്രമേ പുള്ളി അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്നാൽ ഇത് അതിനപ്പുറമുള്ള കാര്യങ്ങളിലോട്ടാണ് കടന്നു ചെല്ലുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ സൂപ്പർമാനും അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെ സൂപ്പർമാൻ എത്രമാത്രം പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഒരു സോൾ ആണെന്നുള്ളൊരു കാര്യവും നൈസായിട്ട് കൺവേ ആവുന്നുണ്ട്. ലൂയിസ് ലൈൻ്റെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ആ ഒരു പൊളിറ്റിക്കൽ ബേസ്ഡ് ചോദ്യങ്ങൾക്ക് മുമ്പിൽ സൂപ്പർമാനെ തിരിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സംരക്ഷിക്കണമെന്നൊരു കാര്യം മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ, അതുക്ക് മേലെ ഒരു കാര്യവും എൻ്റെ പരിഗണനയിലില്ല എന്നൊക്കെ പറഞ്ഞ് സൂപ്പർമാനും അവിടെ ചെറുതായിട്ടൊന്ന് ട്രിഗർ ആവുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ തന്നെ ലൂയിസ് ലൈൻ്റെ ക്യാരക്ടറും നമുക്കൊന്ന് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. മുമ്പിലിരിക്കുന്നത് സാക്ഷാൽ സൂപ്പർമാൻ ആയാൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വ്യക്തതയും പക്വതയുമുള്ള രീതിക്കുള്ള ചോദ്യങ്ങളായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ആ ഒരു ജേർണലിസ്റ്റ് രീതിയിൽ ലൂയിസ് ലൈൻ്റെ ക്യാരക്ടറും ഇവിടെ നൈസായിട്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം വേറൊരു സീക്വൻസിൽ ഹാമർ ഓഫ് ബറാവിയെ വന്നിട്ട് സൂപ്പർമാനെ അടിച്ച് പൊളക്കുന്ന രീതിയിലൊരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. സൂപ്പർമാന് തന്നെ കട്ട ടഫ് കൊടുക്കുന്ന രീതിയിലാണ് ഒരു ഫൈറ്റ് പൊക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു ഫൈറ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും ഇതിന് മുമ്പ് വന്ന ട്രെയിലറിൽ സൂപ്പർമാൻ ആ ഒരു മഞ്ഞ് പോലത്തെ സ്ഥലത്തൊക്കെ വന്ന് പതഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ കാണിച്ചിട്ടില്ലേ, അത് ഈ ഒരു ഫൈറ്റിന് ശേഷം ആയിരിക്കാം. സോ സൂപ്പർമാനെ തേടി ഹാമർ ഓഫ് ബറോവി ഇവിടെ എത്ര നോക്കി അതിന്റെ മെയിൻ റീസൺ സൂപ്പർമാൻ ആ ഒരു വാറിന്റെ ഉള്ളിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം. സോ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ജനങ്ങളുടെ ഇടയിലും സൂപ്പർമാന് എതിരെയും സൂപ്പർമാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രണ്ട് പാർട്സ് ആയിട്ട് ആൾക്കാർ വിഭജിക്കപ്പെടുന്നത്. കാരണം ഈ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ബിൽഡിംഗ്സും മോണുമെന്റ്സ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടുന്ന രീതിയിലുള്ള സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇവൻ ആ വാറിന്റെ ഉള്ളിൽ കയറി തലകടത്തിക്കൊണ്ടല്ല ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് കൂടെ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. എന്നാൽ ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് പേര് സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസുകളും കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ തന്നെ കുറച്ച് ഫ്രഷ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു സൂപ്പർ ഹീറോ ഫൈറ്റ് എന്ന് പറയുമ്പോൾ മിക്കതും ആ ഒരു എനിമി പിന്നെ ആ ഒരു സൂപ്പർ ഹീറോ എന്നൊരു രീതിക്കാണ് ഒരു ഫൈറ്റ് മൊത്തം കോറിയോഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബട്ട് ഇവിടെ ആ ഒരു പീപ്പിൾസിന്റെ ആ ഒരു ഇമോഷൻസും കൂടെ നൈസായിട്ട് കൺവേ ആവുന്നുണ്ട്. ആ ഒരു ഫൈറ്റിന്റെ ഇടയ്ക്ക് തന്നെ ആ ഫൈറ്റ് കാരണം എഫക്റ്റ് ആവുന്ന ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സൂപ്പർമാൻ നടത്തുന്ന സീക്വൻസുകളൊക്കെ കാണിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ കണക്ഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇമോഷണൽ കണക്ഷൻ ജെയിംസ് ഗണ്ണിന്റെ ഏരിയ ആണല്ലോ. ആൻഡ് ഈ ഒരു ഹാമർ ഓഫ് ബറോവിയുടെ സ്യൂട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു സ്യൂട്ടിന്റെ ഉള്ളിൽ ഇപ്പോൾ അൾട്രാമാൻ ആണെന്നുള്ള രീതിയിലുള്ള റൂമേഴ്സും പരിപാടികളൊക്കെയാണ് വരുന്നത്. ആൻഡ് ഈ ഒരു അൾട്രാമാനെ സൂപ്പർമാനെതിരെ ഇറക്കുന്നത് വേറെ ആരുമല്ല ലെക്സ് ലൂതർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇജാതി മരണ അടി നടക്കുമ്പോൾ അവിടെ ഒരു പെങ്കൊച്ച് സെൽഫി എടുത്ത് നിൽക്കുന്ന രീതിയിലൊരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. ഈ പെങ്കൊച്ച് വേറെ ആരുമല്ല നമ്മുടെ ലെക്സ് ലൂതറിന്റെ ശിങ്കിടിയാണ്, അസിസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇങ്ങനെ ജോളിയായിട്ട് ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ചില്ല് ചെയ്ത് നിൽക്കണമെങ്കിൽ അതിനൊറ്റ റീസണേ ഉള്ളൂ, ഈ ഒരു ഫൈറ്റ് ഇവർ ഓർഗനൈസ് ചെയ്തതാണ്. അല്ലെങ്കിൽ അൾട്രാമാനെ സൂപ്പർമാനെതിരെ തിരിച്ച് ഈ ഒരു ഫൈറ്റ് ഉണ്ടാക്കി വിട്ടത് ഇപ്പോൾ ലെക്സ് ലൂതറും ഇവരുടെ ഒരു ടീമുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് കാരണം അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അവിടെ നിന്ന് വേറൊരു സീക്വൻസിൽ സൂപ്പർമാനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്.
കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു സീക്വൻസ് കാണുമ്പോൾ മിക്കവാറും സ്വമേധയെ സൂപ്പർമാൻ കീഴടങ്ങിയ രീതിയിലാണ് തോന്നുന്നത്. ആൻഡ് സൂപ്പർമാനെ അറസ്റ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ റിക് ഫ്ലാഗ് സീനിയർ, എഞ്ചിനീയർ, പിന്നെ ഈ ഒരു അൾട്രാമാനെയും കാണിക്കുന്നുണ്ട്. ഇതിൽ അൾട്രാമാന്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ എഞ്ചിനീയറിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ശരീരം മൊത്തം നാനോ പാർട്ടിക്കിൾസ് ആണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി മനസ്സിൽ വിചാരിക്കുന്നത് ശരീരത്തിൽ കാണാൻ പറ്റും. അതായത് വെട്ടുകത്തി, കമ്പിപ്പാറ, കോടാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് തരത്തിലുള്ള ആധുനിക ആയുധ ശേഖരങ്ങളും ആ ഒരു ശരീരം വെച്ചിട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടാക്കാൻ പറ്റും. ലെക്സ് ലൂതറിനൊപ്പം ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലോട്ട് വന്നിട്ട് എഞ്ചിനീയർ അവിടെയുള്ള ആ ഒരു റോബോട്ട്സിനെയൊക്കെ, സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു റോബോട്ട്സിനെയൊക്കെ അടിച്ച് പൊളക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഈ ഒരു എഞ്ചിനീയറിന്റെ ക്യാരക്ടറും ക്രിപ്റ്റോയും തമ്മിൽ ചെറുതായിട്ടൊന്ന് ഒരസുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. പടം കഴിയുമ്പോഴത്തേക്കും ക്രിപ്റ്റോന് ഒരുപാട് ഫാൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആ ഒരു സീക്വൻസ് ഒക്കെ നല്ല വൈബ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലോട്ട് എന്തിനാണ് ഇപ്പോൾ ലെക്സ് ലൂതർ വന്നേ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു സീക്വൻസിലാണ് ഇരിക്കുന്നത്. ജയിൽ പോലത്തെ ഒരു മുറിയിൽ സൂപ്പർമാനെ കുറച്ച് പേര് കെട്ടിയിട്ട് കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അടിച്ച് പൊളക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെറ്റമോർഫോയെ കാണാനായിട്ട് സാധിക്കും. മെറ്റമോർഫോയുടെ കയ്യിൽ പച്ച കളറിൽ തിളങ്ങുന്ന ഒരു സാധനം കാണുന്നില്ലേ, ക്രിപ്റ്റോണൈറ്റ്. സൂപ്പർമാന്റെ വീക്ക്നസ് ക്രിപ്റ്റോണൈറ്റ് ആണെന്നുള്ളൊരു കാര്യം എങ്ങനെയോ നമ്മുടെ ലെക്സ് ലൂതർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നിന്ന് ആയിരിക്കാം മിക്കവാറും. അതും പിടിച്ചിരിക്കുന്ന ഈ ഒരു മെറ്റമോർഫോയുടെ പവർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഏതൊരു എലമെന്റ് ആയിട്ടും പുള്ളിക്ക് മാറാനായിട്ട് സാധിക്കും. സോ ഒരു ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാമ്പിളും പരിപാടികളൊക്കെ വെച്ച് അത് വെച്ച് ഈ ഒരു ക്രിപ്റ്റോണൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കാം ഈ ഒരു സീക്വൻസ് പോകാനായിട്ട് പോകുന്നത്. എന്നാൽ മെറ്റമോർഫോയുടെ ഈ ഒരു ക്യാരക്ടർ പൂർണ്ണമായിട്ടും ഒരു വില്ലൻ ക്യാരക്ടർ എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. സൂപ്പർമാനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നതും ഈ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം. കാരണം ഈ ഒരു സ്ഥലം തല്ലി തകർത്തുകൊണ്ട് സൂപ്പർമാൻ പുറത്തോട്ട് വരുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് ഇതിന് മുമ്പ് ഇറങ്ങിയ ടീസറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ സൈഡിലായിട്ട് ഒരാളിങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാം. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് വരും. ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് അവിടെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നത് വേറെ ആരുമല്ല, മെറ്റമോർഫോയാണ്. സോ സൂപ്പർമാൻ എനർജി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി അങ്ങനെ ഒരു തീരുമാനം അവിടെ എടുത്തത്. പിന്നെ സൂപ്പർമാനെ അടച്ചിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സ്ഥലം കണ്ടിട്ട് നമ്മുടെ ലെക്സ് ലൂതർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സൂപ്പർ ഹീറോസിനൊക്കെ കൊണ്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. സോ അങ്ങനെ മെറ്റമോർഫോയും ഈ ഒരു സ്ഥലത്ത് അടച്ചുപൂട്ടിയിരിക്കുന്ന രീതിയിലായിരിക്കും ഒരു സീക്വൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മെറ്റമോർഫോ വേറൊരു വഴിയില്ലാതെ ലെക്സ് ലൂതറിന് വേണ്ടി ജോലി ചെയ്യുന്ന രീതിയിലായിരിക്കും കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് അറിയത്തില്ല, ഇതുവരെ ഞാൻ പറഞ്ഞ വില്ലൻ ക്യാരക്ടേഴ്സ്, ഈ ഒരു മെറ്റമോർഫോ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ എടുത്താലും, അൾട്രാമാനെ എടുത്താലും, എഞ്ചിനീയറിനെ എടുത്താലും, പിന്നെ വേറൊരു സീക്വൻസിൽ ഒരു കൈജു ഫിഗർ പോയിട്ടുള്ള വലിയൊരു മോൺസ്റ്റർ വന്നിട്ട് സൂപ്പർമാനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ എടുത്താലും ഇവരെ എല്ലാം കണക്ട് ചെയ്യുന്നത് ഒരാളാണ്, ലെക്സ് ലൂതർ. സോ സൂപ്പർമാനെ നല്ല രീതിക്ക് ടഫ് കൊടുക്കാനായിട്ട്, ഫിസിക്കലി സൂപ്പർമാൻ എത്രമാത്രം ഓവർപവർഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് കവിഞ്ഞ് മെന്റലി സൂപ്പർമാനെ ടോർച്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കാം ലെക്സ് ലൂതറിനെ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ എടുത്ത് നോക്കിയാലും സൂപ്പർമാനെ കഴിഞ്ഞാൽ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ലെക്സ് ലൂതറാണ്. സൂപ്പർമാനെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കയറി അടിക്കാൻ പറ്റുമോ അവിടെയെല്ലാം മച്ചാനുണ്ടാവും. അത് ഇതിലെ തന്നെ വേറൊരു സീക്വൻസിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സൂപ്പർമാൻ ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നുകൊണ്ട് അവസാനം ലെക്സ് ലൂതറിന്റെ ഓഫീസിലോട്ട് തന്നെ വന്നിട്ട് ആ ഓഫീസ് മൊത്തം അടിച്ച് പൊളക്കുന്ന രീതിയിലുള്ള ഒരു സീക്വൻസ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ ലെക്സ് ലൂതർ ചുമ്മാ അങ്ങ് നിൽക്കുവാണ്. ലിറ്ററലി ആ ഒരു സൈഡിൽ സൂപ്പർമാൻ ഇത്രമാത്രം അട്രോസിറ്റീസ് കാണിക്കുമ്പോൾ അതിന്റെ യാതൊരു പേടിയും പുള്ളിയുടെ മുഖത്തില്ല. എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ എന്നുള്ളൊരു ലൈനിലാണ് നമ്മുടെ ലെക്സ് ലൂതറിന്റെ സെറ്റപ്പ്. പുള്ളി നൈസായിട്ട് അവിടെ ചായ മൂതി കുടിച്ചുകൊണ്ട് സൂപ്പർമാന്റെ മുഖത്ത് നോക്കി ചുമ്മാ അങ്ങനെ നിൽക്കുവാണ്. എന്തുട്ട കിരീടന്റെ സെറ്റപ്പ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൽ ഈ ഒരു ലെക്സ് ലൂതറിന്റെ ക്യാരക്ടറായിട്ട് നിക്കോളസ് ഹാൾട്ട് ചുമ്മാ തീ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ട്രെയിലറിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ട് നിറഞ്ഞ് കവിഞ്ഞങ്ങ് നിൽക്കുവാണ്. കാര്യം ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വില്ലൻ എത്രമാത്രം സ്ട്രോങ് ആവുന്നു അത്ര തന്നെ സ്ട്രോങ് ആവേണ്ട ഒരു ആവശ്യകത ഉണ്ടാവുമല്ലോ സൂപ്പർമാനും. സോ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർമാനും ഇതൊരു ഗുണകരമായ കാര്യം തന്നെയാണ്. അവിടെ നിന്ന് അങ്ങനെ ജസ്റ്റിസ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ടീമിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹോക്ക് ഗേൾ, ഗ്രീൻ ലാൻഡേൺ, മിസ്റ്റർ ടെറിഫിക് എന്ന് പറഞ്ഞിട്ടുള്ളവരൊക്കെയാണ് ഈ ഒരു ടീമിലുള്ളത്. ഈ ഒരു ടീമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗവൺമെന്റിന്റെ ഒരു ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഏതൊക്കെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകണം, ആരെയൊക്കെ രക്ഷിക്കണമെന്നുള്ള രീതിക്ക് ഗവൺമെന്റ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസും റൂൾസും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ടീം വർക്ക് ചെയ്യുന്നത്. സൂപ്പർമാന്റെ കേസിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ മീറപ്പെടും. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ സൂപ്പർമാനും ഈ ഒരു ടീമും തമ്മിൽ ചെറിയൊരു രീതിക്കുള്ള ഒരു ഫൈറ്റും പരിപാടികളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ പോകെ ഇവർ തമ്മിൽ ഒരുമിക്കാൻ തന്നെയാണ് സാധ്യത. പടത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും ഒരു കോമൺ എനിമി എന്നുള്ള രീതിയിൽ ആരെങ്കിലും വരികയും അത് ലെക്സ് ലൂതർ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വില്ലന് വന്നേക്കാം. സോ അവന്റെ എതിരെ ഇവരെല്ലാവരും ഒരുമിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ആ ഒരു സീക്വൻസ് പോകാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ ആ ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസിൽ ഈ ഒരു ജസ്റ്റിസ് ഗ്യാങ്ങിലുള്ള മിസ്റ്റർ ടെറിഫിക് സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീക്വൻസും പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിന്റെ അടി കിട്ടി അവിടെ നിലത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു ഷോട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ പടത്തിന്റെ ഒരു ഹാർട്ട് പീസ് ആയിട്ട് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു ഫാമിലി സെന്റിമെന്റ്സ് സീക്വൻസുകളോട് കാണിച്ചുകൊണ്ടാണ് ട്രെയിലർ എൻഡ് ചെയ്യുന്നത്. ക്ലാർക്ക് കെന്റിനെ ആയാലും സൂപ്പർമാനെ ആയാലും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു പാരന്റ്സിനെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ അവസാനത്തെ ആ ഒരു സീക്വൻസിൽ അമ്മ വന്നിട്ട് സൂപ്പർമാന്റെ അടുത്ത് ഞാൻ നിന്റെ ബൂട്ട് സെറ്റാക്കി തരാം, നീ ഫൈറ്റും റെഡിയാക്കി എന്നുള്ള രീതിക്ക് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പനും അമ്മയും കട്ടയ്ക്കൊപ്പം ഉണ്ടായി, പിന്നെ വേറെ എന്ത് വേണം. സോ ആ ഒരു രീതിക്ക് ഫാമിലി സെന്റിമെന്റ്സ് ഇതിൽ നല്ല രീതിക്ക് പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു പടം റിലീസ് ആവുന്നത് തന്നെ നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ അച്ഛന് ഒരു ട്രൈബ്യൂട്ട് പോലെയാണ് പുള്ളി ഒരുക്കിയിട്ടുള്ളത്. പടത്തിന്റെ റിലീസ് ഡേറ്റ് ആയിട്ടുള്ള ജൂലൈ 11 തന്നെയാണ് നമ്മുടെ ജെയിംസ് ഗണ്ണിന്റെ അച്ഛന്റെ ബർത്ത്ഡേയും വരുന്നത്. ആൻഡ് ഈ ഒരു പടത്തിൽ നമ്മുടെ സൂപ്പർമാന്റെ അച്ഛനായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും തന്റെ അച്ഛന്റെ ചെറിയ ക്യാരക്ടറിസ്റ്റിക്സും പരിപാടികളൊക്കെ കൊടുത്തിട്ടാണെന്നുള്ള രീതിയിലും ജെയിംസ് ഗൺ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ള കാര്യങ്ങൾ. മൊത്തത്തിൽ ട്രെയിലറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ആൻഡ് അധികം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ട്രെയിലർ പ്രസന്റ് ചെയ്യാനായിട്ട് ഗണ്ണിന് സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പടത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടു
തന്നെ അറിയാം. ഞാൻ ആദ്യമേ പറഞ്ഞു കൂട്ടി ചില്ലറ പ്രഷറൊന്നല്ല ജെയിംസ് ഗൺ തലയിലെടുത്ത് വെച്ചേക്കുന്നത്. ആൻഡ് മൊത്തം DC സ്റ്റുഡിയോസിന്റെ ഭാവി തന്നെ ഇപ്പോൾ പുള്ളിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആക്കാൻ തന്നെ പുള്ളിക്ക് പറ്റട്ടെ. സോ ട്രെയിലർ ഏതൊരു രീതിക്കാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയത് എന്നുള്ളൊരു കാര്യങ്ങളും ഈ ഒരു ട്രെയിലർ കണ്ടതിന് ശേഷം പടത്തിന് മേലുള്ള ഹോപ്പ് നിങ്ങളുടെ കൂടിയോ കുറഞ്ഞോ എന്നുള്ളൊരു കാര്യങ്ങളും ആൻഡ് ജൂലൈ മാസത്തിൽ നിങ്ങൾ ഏതൊരു പടമാണ് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അതിൽ വീണ്ടും കാണാം.